വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നണികളും പാർട്ടികളും ഇപ്പോഴേ സജീവമാക്കിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതിവേഗത്തിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങും. എല്ലാ പാർട്ടികൾക്കും തെരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടത് പരസ്പരം അനിവാര്യമായ കാര്യമാണ്. കേരളത്തിൽ മാത്രം അധികാരത്തിലുള്ള CPM നേതൃത്വം നൽകുന്ന ഇടതുമുന്നണിക്കും തുടർച്ചയായി അധികാരത്തിന് പുറത്തു നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF മുന്നണിക്കും രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിക്കും കേരളം പിടിക്കുക എന്ന ലക്ഷ്യത്തിൽ താഴെ ഒന്നുമില്ല. സ്വാഭാവികമായി മുന്നണികൾക്കുള്ളിൽ സീറ്റ് വിഭജനം അടക്കമുള്ള ചർച്ചകൾ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ ഓരോ മണ്ഡലങ്ങളും അതീവ ശ്രദ്ധയോടെയാണ് പാർട്ടികളും മുന്നണികളും വീക്ഷിക്കുന്നത്. ഇടതു മുന്നണിക്കുള്ളിലാണ് സീറ്റ് വിഭജനം സംബന്ധിച്ച ചർച്ചകൾ ആദ്യം ആരംഭിച്ചിരിക്കുന്നത്. നിലവിൽ NCP-S-ന് നൽകുന്ന 3 മണ്ഡലങ്ങൾ ആദ്യത്തേത് കോഴിക്കോട് ജില്ലയിലെ എലത്തൂർ മണ്ഡലവും, രണ്ടാമത്തേത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ മണ്ഡലവും, മൂന്നാമത്തേത് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് മണ്ഡലവുമാണ്. ഇതിൽ കുട്ടനാട്, എലത്തൂർ മണ്ഡലങ്ങളിൽ പാർട്ടി നിലവിൽ വിജയിച്ചു നിൽക്കുകയാണ്. വനം മന്ത്രി AK ശശീന്ദ്രനാണ് എലത്തൂരിന്റെ MLA. എലത്തൂർ, കുട്ടനാട് മണ്ഡലങ്ങളിൽ അടുത്ത തവണ NCP-S മത്സരിച്ചാൽ വിജയിക്കില്ല എന്ന വിലയിരുത്തലാണ് ഇടതുമുന്നണിക്കുള്ളത്. രണ്ടിടങ്ങളിലും CPM പ്രാദേശിക നേതൃത്വങ്ങൾക്ക് മണ്ഡലം CPM തന്നെ ഏറ്റെടുക്കണമെന്ന വികാരമാണുള്ളത്. കഴിഞ്ഞ ആലപ്പുഴ, കോഴിക്കോട് CPM ജില്ലാ സമ്മേളനങ്ങളിൽ നിലവിലെ NCP-S MLA-മാർക്കെതിരെ കടുത്ത വിമർശനമുണ്ടായിരുന്നു. മാത്രമല്ല, വനം മന്ത്രി എന്ന നിലയ്ക്ക് ശശീന്ദ്രൻ തികഞ്ഞ പരാജയമാണെന്ന വിലയിരുത്തലാണ് പൊതുവെ ജനങ്ങൾക്കുള്ളത്. ഇതെല്ലാം വരുന്ന തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് CPM പ്രതീക്ഷിക്കുന്നു. ഒരു കാലത്ത് NCP കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നായിരുന്നു. ഇന്ന് കേവലം 10-20 നേതാക്കൾക്കപ്പുറത്തേക്ക് പ്രവർത്തകരോ സംഘടനാ സംവിധാനമോ ഉള്ള പാർട്ടിയൊന്നുമല്ല NCP-S. ദേശീയ തലത്തിൽ രണ്ടായി പിളർന്നപ്പോൾ സംസ്ഥാനത്തും 2 NCP രൂപപ്പെട്ടെങ്കിലും രണ്ടിലും നേതാക്കൾ മാത്രമാണുള്ളത്. ഇതും ഇടതുമുന്നണിയെ വീണ്ടും ചിന്തിപ്പിക്കുന്നതിന് വഴിയൊരുക്കി. അതുകൊണ്ട് തന്നെ NCP-S-ന് 3 സീറ്റുകൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ നൽകേണ്ടതില്ല എന്ന തീരുമാനമാണ് CPM എടുക്കാൻ ഇരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നിലവിൽ നൽകിയിരുന്ന എലത്തൂർ, കുട്ടനാട് മണ്ഡലങ്ങൾ CPM തന്നെ തിരികെ എടുക്കും. 2 മണ്ഡലങ്ങളിലും CPM സ്ഥാനാർത്ഥികളാകും വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. ഈ 2 മണ്ഡലങ്ങൾക്കും പകരമായി മറ്റൊരു മണ്ഡലം NCP-S-ന് നൽകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾക്ക് PC ചാക്കോയ്ക്ക് ഏതെങ്കിലും മണ്ഡലത്തിൽ സീറ്റ് നൽകണമെന്നതിൽ സമ്മർദ്ദമുണ്ട്. ശരത് പവാർ ഈ ആവശ്യം മുഖ്യമന്ത്രി പിണറായി വിജയനോട് അഭ്യർത്ഥിച്ചിട്ടുള്ളതായിട്ടാണ് അറിയുന്നത്. അങ്ങനെ വന്നാൽ എറണാകുളം ജില്ലയിലെ അങ്കമാലി മണ്ഡലം PC ചാക്കോയ്ക്ക് നൽകിയേക്കാം. ആലുവ താലൂക്കിൽ ഉൾപ്പെടുന്ന അങ്കമാലി നഗരസഭയും അയ്യമ്പുഴ, കാലടി, കറുകുറ്റി, മലയാറ്റൂർ, നീലേശ്വരം, മഞ്ഞപ്ര, മൂക്കന്നൂർ, പാറക്കടവ്, തുറവൂർ എന്നീ പഞ്ചായത്തുകളും അടങ്ങുന്നതാണ് അങ്കമാലി നിയമസഭാ മണ്ഡലം. കോൺഗ്രസിന്റെ റോജി M. ജോണാണ് അങ്കമാലി മണ്ഡലത്തിന്റെ MLA. മുൻ MLA ആയ ജോസ് തെറ്റയിലിനെ തന്നെയാണ് ഇടതുമുന്നണി കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ മത്സരത്തിനിറക്കിയത്. 2006-ലും 2011-ലും LDF-ന് വേണ്ടി JDS-ലെ ജോസ് തെറ്റയിൽ വിജയിച്ച മണ്ഡലത്തിലാണ് 2016-ൽ റോജി M. ജോൺ അട്ടിമറി വിജയം നേടുന്നത്. 2021-ലും അതേ വിജയം റോജി ആവർത്തിക്കുകയായിരുന്നു. മണ്ഡലത്തിൽ ഇരു മുന്നണികൾക്കും ഒരുപോലെ വേരോട്ടമുണ്ട്. 1965-ൽ മണ്ഡലം രൂപീകരിച്ചതിനു ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിലെ ജോണാണ് വിജയിച്ചത്. അതിനുശേഷം തുടർച്ചയായി 4 തവണ CPM നേതാവ് AP കുര്യൻ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിൽ കേരള കോൺഗ്രസിലെ MV മാണി 2 തവണയും കോൺഗ്രസിലെ PJ ജോയി 3 തവണയും തുടർച്ചയായി വിജയിച്ചു. 2006-ലാണ് ജനതാദൾ SS സ്ഥാനാർത്ഥിയായി ജോസ് തെറ്റയിൽ അങ്കമാലിയിൽ മത്സരിച്ചു ജയിക്കുന്നത്. 2 നിയമസഭാ കാലയളവിൽ തെറ്റയിൽ അങ്കമാലി പ്രതിനിധീകരിച്ചു. 2011-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ജോണി നെല്ലൂരിന്റെ പരാജയത്തിന് ശേഷം 2016-ൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ റോജി M. ജോണിലൂടെ UDF മണ്ഡലം തിരിച്ചുപിടിക്കുകയും ചെയ്തു. ക്രൈസ്തവ മതവിശ്വാസികൾ കൂടുതലായുള്ള പ്രദേശമെന്ന നിലയിൽ ചാക്കോയെ മത്സരത്തിനിറക്കിയാൽ ഗുണമുണ്ടാകുമെന്ന് ഇടതുമുന്നണി കരുതുന്നു.